ഹലോ ഗൈസ്, ഇന്ന് നമുക്ക് ഗുരുവായൂർ അമ്പലത്തിൽ പോകണം. അപ്പോൾ അതിന് വേണ്ടി ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്താലോ? അപ്പോൾ എൻ്റെ മേക്കപ്പ് പ്രൊഡക്ട്സ് കണ്ടാൽ നിങ്ങളാരും ഞെട്ടരുത്. കാരണം അത് ഭയങ്കര കോസ്റ്റ്ലി സാധനങ്ങളാണ് ഞാൻ യൂസ് ചെയ്യാറ്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമുക്ക് പമ്പർ ഇട്ട് കൊടുക്കാം. പമ്പർ ഇപ്പോഴും ഇതേ കണക്കിന് ബസ് കയറി വരാത്തവർ ആരൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ എൻ്റെ ഫസ്റ്റ് മേക്കപ്പ് പ്രൊഡക്റ്റായ കോസ്റ്റ്ലി പമ്പറാണ് ഞാൻ ആദ്യം ഇട്ടിരിക്കുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തേതായിട്ട് നമുക്ക് ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനം യൂസ് ചെയ്യാം. ഐലൈനർ കൊണ്ട് പൊട്ട്. ഭയങ്കര കോസ്റ്റ്ലി പൊട്ടാണ് എൻ്റെ പൊട്ട്, കണ്ടില്ലേ? ഇനി നമുക്ക് ഇത് സാധാരണ ഞങ്ങൾ ഉപയോഗിക്കാറില്ല, ഇന്ന് വെറുതെ ഇരിക്കുന്ന കണ്ട് കാരണം ഒന്ന് വാരിപ്പൊത്തിക്കുന്നുള്ളൂ. ലിപ് ലൈനർ വെച്ചിട്ട് ലിപ്സ്റ്റിക്ക് ഇടുന്ന ഞാൻ. ഇനി അടുത്ത് നമുക്ക് ദുബായിൽ നിന്ന് കൊണ്ടുവന്ന പ്രൊഡക്റ്റാണിത്. കണ്ണെഴുതി കൊടുക്കാം. ഇത് കുറേ സമയമെടുത്ത് ചെയ്യണമല്ല കേട്ടോ, പെട്ടെന്ന് ചെയ്യണം. കാരണം ഇവിടെ കുറച്ച് ധൃതിയുണ്ട് പോകാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് പെട്ടെന്ന് ചെയ്യണ കാരണം ഞാൻ വിപുലീകരിക്കാൻ നിന്നില്ല, ഓവറാക്കി ചളമാക്കാൻ നിന്നില്ല. അവസാനം ഞാൻ കൺമക്ഷി കൊണ്ട് ഒന്ന് വാരിപ്പൊത്തി. അപ്പോൾ അങ്ങനെ നമ്മുടെ ഫേസ് മേക്കപ്പ് ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ഹെയർ കെട്ടാം. അപ്പോൾ കുറച്ച് പമ്പർ അവിടെ ഇവിടെയും വാരിപ്പൊത്തിയത് കുറച്ച് കൂടിപ്പോയെന്ന് തോന്നുന്നുണ്ട്. കഴുത്തിലൊക്കെ കാണുന്നുണ്ട്. വീഡിയോയ്ക്ക് വോയിസ് ഓവർ കൊടുക്കുമ്പോഴാണ് ശ്രദ്ധിക്കുന്നത്, എന്നാലും വേണ്ടില്ല. അപ്പോൾ നമുക്ക് ഇനി മുടി കെട്ടാം. മുടി ഇപ്പോഴും എനിക്ക് ബസ് കിട്ടാത്ത കാരണം ഞാൻ ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കെട്ടാറ്. അപ്പോൾ അങ്ങനെ നമുക്ക് അമ്പലത്തേക്കല്ലേ പോണത്, കല്യാണത്തിന് ഫാഷൻ പരേഡിനൊന്നുമല്ലല്ലോ. അപ്പോൾ ഇതൊക്കെ ധാരാളം. പിന്നെ ഞാൻ കുറേ നാളുകളായിട്ട് ഉപയോഗിക്കാതിരുന്ന ഒരു പ്രൊഡക്റ്റാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. കല്യാണം കഴിഞ്ഞ് കുറേ നാളിട്ട്, പിന്നെ കുറേ നാളായിട്ട് അതിനെ കാണാറ് പോലും ഉണ്ടായിരുന്നില്ല. ഇപ്പം ഞാൻ വീണ്ടും തൊട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ എൻ്റെ ഫൈനൽ ലുക്ക്. പിന്നെ എല്ലാ വ്ളോഗേഴ്സും ഇങ്ങനെ താടിക്ക് താഴെ കൈ വെച്ചിട്ട് കാണിക്കുന്ന കണ്ട കാരണം ഞാനും അങ്ങനെ ചെയ്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ബൈ.